മറ്റുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുക. ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും. സ്നേഹബന്ധത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ്. കാരണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരത്തിലെത്തുന്നതും. ജീവിതത്തിൽ രണ്ട് മുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്ന് പ്രയാസങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്നവർ, മറ്റൊന്ന് പ്രയാസങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കിയവർ. ജീവിതം എന്നത് കയറ്റവും ഇറക്കവും ഇടകലർന്നതാണ്. ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുകയും താഴ്ചയിൽ തളരാതിരിക്കുകയും ചെയ്യുക. എന്താണ് പ്രശ്നമെന്നും അതിന്റെ അടിസ്ഥാന കാരണം എന്തെന്നും തിരിച്ചറിയുമ്പോൾ പ്രശ്ന പരിഹാരത്തിന്റെ വാതിലുകൾ താനെ തുറക്കും. മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞെന്ന് മനസ്സിലായാൽ ഒഴിഞ്ഞു പോകണം. ഇല്ലെങ്കിൽ ചില മനസ്സുകളിലെങ്കിലും നമ്മളൊരു പാഴ്വസ്തുവായി മാറും. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിവില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ആളുകൾ കൂടും തോറും സ്വയം നേരിടുവാനുള്ള നമ്മുടെ കരുത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെ മാനസികമായി തളർത്തുന്നവരെ ഒഴിവാക്കുക. പകരം നിങ്ങളിലെ ഏറ്റവും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക. നിങ്ങളുടെ വാക്കുകളിൽ പ്രാവീണ്യം നേടുക. നിങ്ങളുടെ ചിന്തകളെ ആത്മവിശ്വാസത്തിന്റെ പാതയിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. ഈ 3 കാര്യങ്ങളും പരിശുദ്ധിയോടെ പിന്തുടരുക. ജ്ഞാനത്തിന്റെ ഒരു വഴി നിങ്ങൾ സ്വയം കണ്ടെത്തും. സ്വന്തം കർമ്മപദങ്ങളിൽ സ്വയം വിമർശനം നടത്തി ഞാനെന്ന ഭാവത്തെ ജയിക്കാനായാൽ അത് നമുക്ക് സാംസ്കാരിക സമ്പന്നമായ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു തരും. ലക്ഷ്യമില്ലാതെ തൊടുത്തുന്ന അമ്പു പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. ചില ബന്ധങ്ങൾ ചെറിയ ചെടികളെ പോലെയാണ്. നനച്ചു പരിപാലിക്കാതിരുന്നാൽ പെട്ടെന്ന് കരിഞ്ഞുണങ്ങും. പിന്നീട് എത്ര നനച്ചാലും കിളിർക്കില്ല. അതുപോലെയാണ് ചില ബന്ധങ്ങളും വീണ്ടും ചേർത്ത് വയ്ക്കാനാവില്ല. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ എല്ലാവരും ഈ ലോകത്തായിരിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഭൂതകാലത്തിന്റെ തടവുകാരായിരിക്കുന്നത് അവസാനിപ്പിക്കുക. ഭാവിയുടെ ശില്പിയായിരിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.